ഇതേപോലെ തകർന്നു കിടക്കുന്ന ഒരു വാഹനമെങ്കിലും കാണാതെ ആലപ്പുഴ വഴി ആർക്കും ദേശീയപാതയിലൂടെ കടന്നു പോകാനാകില്ല. 2 മാസത്തിനിടെ അമ്പലപ്പുഴയ്ക്കും പുറക്കാടിനുമിടയിലുണ്ടായ അപകടങ്ങളിൽ മാത്രം 10-ലധികം പേരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാണഭയത്തോടെയാണ് ആളുകൾ ഈ വഴി കടന്നു പോകുന്നത്. വണ്ടിയൊക്കെ പേടിച്ച് വലിയ പാടാണ്. സൈഡ് ഒതുക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. ദൈവത്തിനെ വിളിച്ചാണ് ഇങ്ങനെ സൈക്കിളും ചവിട്ടി പോകും. റോഡിലോട്ടിറങ്ങുന്ന പേടിച്ച വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വലിയ പാടാണ്. ഒരു വശത്തോട്ടാണ് ഓടുന്നത്, എന്നാലും 2 വശത്തോട്ട് നമ്മൾ നോക്കിപ്പോ ആദ്യത്തെ ആ നോട്ടം. പുറക്കാട് സ്കൂളിന് എതിർവശത്തായി ഈ മാസം 7-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരായ ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും അപകടമുണ്ടായി. കാൽനട യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് തീർന്ന് 2 സൈഡിലും കൂടെ വണ്ടി പോയിരുന്ന ഇത്ര അപകടങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കിടക്കുന്നുണ്ടോ, ഈ കിടക്കുന്നിടത്ത് അവർ അത്രയും പണിതിട്ടിട്ട് പോയി. കാരണം 3 പേര് മരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിയിട്ട സാധനമാണ്. നമ്മളിപ്പോൾ കാണുന്ന റോഡിൻ്റെ അനാവസ്ഥയാണ് കൂടുതൽ. ഇതേപോലത്തെ കൂറ്റൻ ഗർഡറുകൾ ഉയർത്തുമ്പോഴും മറ്റും തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം അരൂരിൽ ഉയരപ്പാതയുടെ തൂണിന് മുകളിൽ നിന്ന് വീണ് ബീഹാർ സ്വദേശി മുഹമ്മദ് സിയാദ് ആലം മരിച്ചു. ഔദ്യോഗിക കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഇതുവരെ ഏറ്റവും കുറഞ്ഞത് 5 തൊഴിലാളികളെങ്കിലും മരിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരായതുകൊണ്ട് ഒരു തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധിക്കാറില്ല. കരാർ കമ്പനികൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.